യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും സ്നേഹം നിറഞ്ഞ കൂട്ടുകാർ ഓരോരുത്തരും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് ഹൃദയപൂർവ്വം ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈശോ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് നീ തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് നീ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമീൻ. അതെ പ്രിയമക്കളെ, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ ഏതായിരുന്നു? ചാപ്റ്റർ 9, കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭകൾ. പ്രിയമക്കളെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിലെ അക്കത്തോലിക്ക ക്രൈസ്തവ സഭാ സമൂഹങ്ങളെ കുറിച്ചാണ്. വളരെ സവിശേഷമായ രീതിയിൽ കേരളത്തിൽ കത്തോലിക്ക സഭാ സംസർഗത്തിൽ നിന്ന് മാറി നിൽക്കുന്നതായ കേരളത്തിലെ മറ്റ് ക്രൈസ്തവ സഭ, ഏകദേശം ഒരു 11ഓളം സഭകളെയാണ് നമ്മൾ പേരെടുത്ത് നമ്മളൊന്ന് പഠിക്കാനായിട്ട്, അവരെക്കുറിച്ചുള്ള ബേസിക് കുറേ കാര്യങ്ങൾ നമ്മൾ അറിയാനായിട്ട് പോവുകയാണ്. തീർച്ചയായും പ്രിയമക്കളെ, ഇത് നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ നൽകാനായിട്ട്, കൃത്യമായ കുറെ തിരിച്ചറിവുകളിലേക്ക് ഈ ഒരു ചാപ്റ്റർ നയിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും സ്നേഹത്തോടുകൂടെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ആദ്യമേ കാണാൻ പോകുന്ന സഭാ സമൂഹം ഏതാണെന്ന് ചോദിച്ചാൽ യാക്കോബായ സുറിയാനി സഭ. അതെ, യാക്കോബായ സുറിയാനി സഭ. ഈ സഭയുടെ രൂപീകരണം എങ്ങനെയാണ്? യാക്കോബായ സഭ എന്നും നമ്മൾ വളരെയധികം കോമൺ ആയിട്ട്, അല്ലെ പാത്രിയാർക്കീസ് വിഭാഗം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ വളരെയധികം കോമൺ ആയിട്ട് അറിയപ്പെടുന്നതായ യാക്കോബായ സുറിയാനി സഭയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ആദ്യമേ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, AD 1653 കൂനൻ കുരിശ് സത്യത്തിന് ശേഷം പുത്തൻകൂർ സമൂഹത്തിന് തലവനായി ആർച്ച് ഡീക്കനായിരുന്നതായ തോമായെ മാർത്തോമ ഒന്നാമൻ എന്ന പേരിൽ 12 വൈദികർ ചേർന്ന് മെത്രാഭിഷേകം നടത്തി കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും എല്ലാം നമ്മൾ സഭാചരിത്രത്തിന് താളുകളിൽ പഠിക്കുന്നതാണ്. എന്നാൽ തനിക്ക് യഥാർത്ഥ മെത്രാൻ സ്ഥാനം ഇല്ല എന്ന് ആർച്ച് ഡീക്കൻ അല്ലെങ്കിൽ മാർത്തോമ ഒന്നാമന് മനസ്സിലാകുകയും തൻ്റെ മെത്രാൻ സ്ഥാനം ശക്തിപ്പെടുത്തുവാനായിട്ട് അദ്ദേഹം പല സ്ഥലങ്ങളിലെ മെത്രാന്മാരുമായിട്ട് ആലോചിക്കുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തു എന്നത് ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. അപ്രകാരം AD 1665, പ്രത്യേകം ശ്രദ്ധിക്കുക, 1653 കൂനൻകുരിശ് സത്യത്തിന് ശേഷമാണ് നടക്കുന്നത്. AD 1665 ജെറുസലേമിൽ നിന്ന് മാർ ഗ്രിഗോറിയോസ് എന്ന അന്ത്യോക്യൻ മെത്രാൻ മലങ്കരയിൽ എത്തുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. പുത്തൻകൂർ സമുദായത്തിന് ഒന്നിപ്പിക്കാൻ വേണ്ടിയും അവരെ ചേർത്ത് നിർത്താനും അവർക്ക് വേണ്ടതായ നേതൃത്വം നൽകാനായിട്ടും അദ്ദേഹം ശ്രമിക്കുന്നുവെന്നും നമുക്ക് ചരിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും. ഇവർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞതായ മാർ ഗ്രിഗോറിയോസിന് ശേഷം പല അന്ത്യോക്യൻ മെത്രാന്മാർ ഈ പുത്തൻകൂർ സമുദായത്തിലേക്ക് കടന്നു വരികയും പുത്തൻകൂരിലെ അല്ലെങ്കിൽ മലങ്കരയിലെ പുത്തൻകൂർ സമുദായത്തെ ഒന്നിപ്പിച്ച് നിർത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. ഇവർ ഉപയോഗിച്ചിരുന്ന ക്രമം അന്ത്യോക്യൻ സുറിയാനി ആരാധനാക്രമമാണ് ഈ സഭാപിതാക്കന്മാർ ഉപയോഗിച്ചിരുന്നത്. 1665 മാർ ഗ്രിഗോറിയോസും തുടർന്ന് പല മെത്രാന്മാരും മലങ്കരയിലേക്ക് എത്തിയതായിട്ട് നമ്മൾ കണ്ടു. പക്ഷേ വന്ന പാടെ തന്നെ അവർ അന്ത്യോക്യൻ ആരാധനക്രമം ഒറ്റയടിക്ക് അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്തിരുന്നത്. പകരം അവർ ഉപയോഗിച്ചിരുന്ന കൽതായ സുറിയാനി ആരാധനക്രമം തന്നെയാണ് മലങ്കര നസ്രാണികൾ ഉപയോഗിച്ചുകൊണ്ട് ഇരുന്നത്. അവർ ഇതിനെല്ലാം ഒരു കോമൺ തലവനായിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു ഹെഡായിട്ടായിരുന്നു ഒരു പക്ഷെ അന്ന് വന്നിരുന്നതായ പിതാക്കന്മാരെല്ലാവരും തന്നെ സഭയെ നയിച്ചുകൊണ്ടിരുന്നത്. 1751 അന്ത്യോക്യൻ സുറിയാനി ആരാധനക്രമം നമ്മുടെ നാട്ടിൽ വളരെയധികം പ്രചാരണം നേടുകയും 1836 നടത്തപ്പെട്ടതായ മാവേലിക്കര സുനഹദോസോടുകൂടിയാണ് മലങ്കരയിൽ അന്ത്യോക്യൻ ക്രമവും അന്ത്യോക്യൻ ആരാധന രീതികളും ശക്തി പ്രാപിച്ചത് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. തുടർന്ന് 1876 മുളന്തുരുത്തി സുനഹദോസോടുകൂടി പുത്തൻകൂർ സമൂഹം അന്ത്യോക്യൻ ആരാധനക്രമം പരിപൂർണമായിട്ട് ഉപയോഗിച്ച് തുടങ്ങുന്നുവെന്നും അന്ത്യോക്യയുമായിട്ടുള്ള ബന്ധം അതിദൃഢമായ രീതിയിൽ ശക്തിപ്പെട്ടുവെന്നും ചരിത്രം വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. മാവേലിക്കര സുനഹദോസിലും മുളന്തുരുത്തി സുനഹദോസിലും നടന്ന കാര്യങ്ങൾ എന്താണെന്ന് ഒരുപക്ഷെ നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകളിലെ സഭാചരിത്ര രേഖകളിൽ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തുടർന്ന് നമ്മൾ ഏതാനും ചിലയിടങ്ങളിൽ നമുക്കിത് കാണാൻ സാധിക്കും. എന്താണ് മുളന്തുരുത്തി സുനഹദോസിൽ സംഭവിച്ചത്, മാവേലിക്കര സുനഹദോസിൽ സംഭവിച്ച കാര്യങ്ങൾ എന്നാലും നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം 1876 മുളന്തുരുത്തി സുനഹദോസോടുകൂടിയാണ് പരിപൂർണമായ രീതിയിൽ മലങ്കരയിൽ അന്ത്യോക്യൻ ആരാധന ക്രമരീതി ഉപയോഗിച്ച് തുടങ്ങുന്നത്. ഇപ്രകാരം
പുത്തൻകൂറ്റുകാരെ വിളിച്ചിരുന്ന പേര് യാക്കോബായക്കാർ എന്നാണ്. കാരണം അവർ അന്ത്യോക്യൻ യാക്കോബായ മെത്രാനായിരുന്ന മാർ ഗ്രിഗോറിയോസിനെ ഇവിടെ കൊണ്ടുവന്നതായ അന്ത്യോക്യൻ ക്രമമാണ് ഇവർ ഉപയോഗിച്ച് തുടങ്ങിയത്. ഇതോടുകൂടി കേരളത്തിലെ ക്രൈസ്തവ സഭാ സമൂഹങ്ങളുടെ ഇടയിൽ 3 ആരാധന ക്രമരീതികൾ പ്രചാരണം നേടി. പ്രത്യേകമായി ശ്രദ്ധിക്കുക, അന്ത്യോക്യൻ ആരാധനാക്രമവും കൂടെ നമ്മുടെ നാട്ടിലേക്ക് ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രചാരണം നേടിയതോടുകൂടി 3 ക്രമങ്ങളാണ് ഒഫീഷ്യലായിട്ട് നമ്മുടെ സഭയിൽ അല്ലെ കേരളത്തിലെ ക്രൈസ്തവ സഭാ സമൂഹങ്ങളുടെ ഇടയിൽ പ്രചാരണം നേടി. ഏതൊക്കെയാണ് ആ 3 കൂട്ടായ്മകൾ? നിങ്ങളൊന്ന് ഓർത്തെടുത്ത് പറയാൻ ശ്രമിച്ച മക്കളെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു അല്ലേ, പുരാതനമായിട്ട് അല്ലെ പണ്ട് മുതൽ ഇവിടെ ഉണ്ടായിരുന്നതായ കൽദായ സുറിയാനി ആരാധനക്രമം നമ്മൾ സീറോ മലബാർ സഭാ സമൂഹം ഉപയോഗിക്കുന്ന. രണ്ടാമത്തെ ആരാധനക്രമം ഏതാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്? പോർട്ടുഗീസുകാർ കേരളത്തിൽ കൊണ്ടുവന്നതായ ലത്തീൻ ആരാധനക്രമമാണ് രണ്ടാമത്തെ ആരാധനക്രമ രീതി നമ്മുടെ നാട്ടിൽ തുടർന്നുകൊണ്ടത്. മൂന്നാമത്തെ രീതി ഏതാണെന്ന് ചോദിച്ചാൽ അന്ത്യോക്യൻ മെത്രാന്മാർ കൊണ്ടുവന്നതായ അന്ത്യോക്യൻ സുറിയാനി ആരാധനക്രമ രീതി. അതായത് കൽദായ സുറിയാനി ആരാധനക്രമ രീതി സീറോ മലബാർ സഭ ഉപയോഗിക്കുന്നു. ലത്തീൻ ആരാധന രീതി ലത്തീൻ സമുദായത്തിൽ ലത്തീൻ സഭാംഗങ്ങൾ ഉപയോഗിക്കുന്നു. അന്ത്യോക്യൻ മെത്രാന്മാർ കൊണ്ടുവന്നതായ അന്ത്യോക്യൻ സുറിയാനി ആരാധനക്രമ രീതി പുത്തൻകൂർ സമുദായത്തിലും ഉപയോഗിച്ച് വന്നിരുന്നു. ഇപ്രകാരം അഭംഗി അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഐക്യത്തിൽ പോയിരുന്നതായ മലങ്കര നസ്രാണി സമൂഹത്തിൽ വളരെ പ്രത്യേകമായ രീതിയിൽ പുത്തൻകുരു സമുദായത്തിൽ 1911 കൂടി അന്ത്യോക്യൻ പാത്രിയാർക്കീസ്, അന്നത്തെ അന്ത്യോക്യൻ പാത്രിയാർക്കീസ് ആയിരുന്ന അബ്ദുള്ള പാത്രിയാർക്കീസ് മലങ്കരയിൽ വരികയും ഇവിടെയുള്ള എല്ലാ മെത്രാന്മാരും ആത്മീയമായും ഭൗതികമായും എല്ലാ അധികാരവും പാത്രിയാർക്കീസിന് അബ്ദുള്ള പാത്രിയാർക്കീസിന് എഴുതി നൽകണമെന്നും കൽപ്പന പുറപ്പെടുവിക്കുകയും ഉണ്ടായി. നമ്മളിവിടെ പ്രത്യേകമാണ് മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക, പുത്തൻകുരു സമുദായത്തിൽ വളരെ പ്രത്യേകമായ രീതി അന്നത്തെ യാക്കോബായ വിഭാഗം എന്നറിയപ്പെടുന്നതായ പുത്തൻകുരു സമുദായത്തിൽ അന്ത്യോക്യൻ പാത്രിയാർക്കീസിനെ ആത്മീയ അധികാരിയായിട്ടാണ് അംഗീകരിച്ചിരുന്നത്. ഇവിടെ കാര്യങ്ങളെല്ലാം നടത്തി കൊണ്ടുപോകാനായിട്ട് മലങ്കര മെത്രാപ്പോലിത്ത എന്നുള്ള പേരിൽ ഒരു സ്ഥാനത്തോടു കൂടി ഒരു മെത്രാനെ നിയോഗിക്കുകയും ചെയ്യുന്നു. അദ്ദേഹമായിരുന്നു സഭയുടെ ഭൗതികമായിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ 1911 അന്ത്യോക്യയിൽ നിന്നെത്തിയ അന്നത്തെ പത്രിയാർക്കീസ് ബാവയായിരുന്നതായ അബ്ദുള്ള ബാവ ഇവിടെ വരികയും ഇവിടെയുള്ള മെത്രാന്മാർ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഏൽപ്പിക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു. അന്ന് മലങ്കര സഭയെ പുത്തൻകുരു യാക്കോബായ സമുദായത്തെ നയിച്ചുകൊണ്ടിരുന്ന മലങ്കര മെത്രാപ്പോലിത്തയായിരുന്ന വട്ടശ്ശേരിൽ മാർ ദിവനാസിയൂസ് മെത്രാപ്പോലിത്ത അതിന് സമ്മതിച്ചില്ല. ബാക്കിയുള്ള മെത്രാന്മാർ അതിന് സമ്മതിക്കുകയും ചെയ്തു. ഇപ്രകാരം ആ ഒരു പുത്തൻകുരു സമുദായത്തിൽ അല്ലെ യാക്കോബായ സഭാ സമൂഹത്തിൽ രണ്ടായിട്ട് പിളർപ്പ് ഉണ്ടാവുന്നതായിട്ടാണ് ചരിത്രം കാണിക്കുന്നത്. വട്ടശ്ശേരിൽ മാർ ദിവനാസിയൂസ് പിതാവ് പാത്രിയാർക്കീസിനെ അനുസരിക്കാൻ തയ്യാറാകാഞ്ഞതിന്റെ കാരണത്താൽ വട്ടശ്ശേരിൽ മാർ ദിവനാസിയൂസ് പിതാവിനെ പാത്രിയാർക്കീസ് ബാവ മുടക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ചുമതല പാത്രിയാർക്കീസിനെ അംഗീകരിച്ചിരുന്നതായ മാർ കൂറിലോസിനെ ഏൽപ്പിക്കുകയും ചെയ്തുവെന്ന് സഭാചരിത്രം കൃത്യമായി പഠിപ്പിക്കുന്നു. ഇപ്രകാരം യാക്കോബായ സഭ രണ്ടായി പിളർന്നു. പാത്രിയാർക്കീസിനെയും മാർ കൂറിലോസിനെയും അംഗീകരിക്കുന്നവർ ബാവ കക്ഷി എന്നും വട്ടശ്ശേരിയിൽ മാർ ദിവനാസിയോസ് എന്ന മെത്രാനെ അംഗീകരിക്കുന്നവർ മെത്രാൻ കക്ഷി എന്ന പേരിലും അറിയപ്പെട്ടു. ബാവ കക്ഷി പിൽക്കാലത്ത് യാക്കോബായക്കാർ എന്ന വിഭാഗമായിട്ടും എന്ന പേരിലും നമ്മുടെ മെത്രാൻ കക്ഷി പിൽക്കാലത്ത് ഓർത്തഡോക്സ് സഭ എന്ന പേരിലും അറിയപ്പെടുന്നു എന്ന കാര്യം നമുക്കറിയാമല്ലോ. അല്ലെ, അന്ത്യോക്യൻ പാത്രിയാർക്കീസിനെ പൂർണ്ണമായി അംഗീകരിക്കുന്ന യാക്കോബായക്കാർക്ക് വേണ്ടി പിന്നീട് അന്ത്യോക്യൻ പാത്രിയാർക്കീസ് ഇവിടെ ഒരു കാതോലിക്കേറ്റ് സ്ഥാപിക്കുകയും കാതോലിക്കോസിനെ വാഴിക്കുകയും ചെയ്യുകയും ഇവിടുത്തെ യാക്കോബായ സഭയുടെ ഒരു ലോക്കൽ ഹെഡായിട്ട് കാതോലിക്കോസിനെ അംഗീകരിക്കുകയും ചെയ്തു. ഇപ്രകാരം ഇന്ന് യാക്കോബായ സഭാ വിഭാഗത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ബസേലിയോസ് തോമസ് പ്രഥമൻ എന്ന് പറയുന്നതായ കാതോലിക്കാണ്. എന്ന് പറയുന്നത് ശ്രേഷ്ഠ കാതോലിക്ക. അവർ കൃത്യമായി ആ ഒരു പദമാണ് അവർ ഉപയോഗിച്ച് വിളിക്കുന്നത്, ശ്രേഷ്ഠ കാതോലിക്ക. ആഗമാന യാക്കോബായ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പാത്രിയാർക്കീസ് ബാവ കേരളത്തിലെ യാക്കോബായ സുറിയാനി സഭയുടെ അധ്യക്ഷനായിട്ട് നിലനിൽക്കുന്നത് കാതോലിക്കയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യാക്കോബായ സുറിയാനി സഭാ സമൂഹത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഏകദേശം 12 ലക്ഷത്തോളം വിശ്വാസികളാണ് ഈ സഭാ വിഭാഗത്തിലുള്ളതെന്നാണ് പറയപ്പെടുന്നത്. തീർച്ചയായും നമ്മൾ ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്നത്
ഓർത്തഡോക്സ് വിഭാഗം, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെക്കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. പ്രിയ മക്കളെ, ഇതിനോടനുബന്ധിച്ച് തന്നെ ഏതാനും ചില കാര്യങ്ങളൊക്കെ ഒരു കാര്യം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം നടക്കുന്ന കക്ഷി വഴക്കുകളിൽ അല്ലെങ്കിൽ ഈ പറയുന്നതായ കോടതി വിധികളിലെല്ലാം പള്ളിപ്പിടുത്തവും മറ്റു കാര്യങ്ങളും എല്ലാം പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കൃത്യമായിട്ട് എന്താണ് യാക്കോബായ സഭ, ഓർത്തഡോക്സ് സഭ, അല്ലെങ്കിൽ ഇതിൻ്റെ രൂപീകരണം എങ്ങനെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഏറെ ഉചിതമാണ്. അത്രയ്ക്ക് മനോഹരമായ രീതിയിലാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് ക്രമീകരിച്ച് തന്നിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെക്കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. യാക്കോബായ സുറിയാനി സഭയെക്കുറിച്ച് നമ്മൾ ഏകദേശം കണ്ടു കഴിഞ്ഞു. ഇനി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെക്കുറിച്ച് നമ്മൾ കാണാൻ പോവുകയാണ്. മലങ്കരയിലെ പുത്തൻകൂർ സമൂഹത്തെ യാക്കോബായ പാത്രിയാർക്കീസിന്റെ കീഴിലാക്കാൻ വേണ്ടി പാത്രിയാർക്കീസ് ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ആ ഒരു ഹെഡിങ്ങിൽ നമ്മൾ കണ്ടല്ലോ. എന്നാൽ ഇവിടുത്തെ പുത്തൻകൂർ സമുദായത്തെ പാത്രിയാർക്കീസ് കീഴിലാക്കുന്നതിനോട് ഇവിടുത്തെ പുത്തൻകൂർ സമുദായത്തിൽ ഒരു വിഭാഗം ആൾക്കാർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ റീസൺസ് എല്ലാം കണ്ടു. AD 1911 ഇവിടെ എത്തിയ അബ്ദുള്ള പാത്രിയാർക്കീസ് സഭയുടെ പരിപൂർണ അധികാരവും അവകാശങ്ങളും എഴുതി നൽകണമെന്ന് അന്നത്തെ മെത്രാന്മാരോട് ആവശ്യപ്പെട്ടപ്പോൾ വട്ടശ്ശേരിൽ മാർ ദിവനാസ്യൂസ് ഒഴിച്ച് മാറ്റി എല്ലാ മെത്രാന്മാരും എഴുതി കൊടുക്കുകയും മാർ ദിവനാസ്യൂസ് എഴുതി നൽകാത്തതിനാൽ തന്നെ മാർ ദിവനാസ്യൂസിനെ പാത്രിയാർക്കീസ് എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും സഭയിൽ നിന്നും തന്നെ മുടക്ക് കൽപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യവും നമ്മൾ കണ്ടു. വട്ടശ്ശേരിൽ മാർ ദിവനാസ്യൂസിന്റെ ഈ മുടക്ക് അഴിക്കുക എന്ന് വെച്ചാൽ ഈ ഒരു മുടക്ക് എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. മുടക്കെന്ന് വെച്ചാൽ സഭയുടെ ഒഫീഷ്യൽ സ്ഥാനങ്ങളിൽ നിന്നും അല്ലെ സഭയുടെ അംഗം എന്ന നിലയിൽ നിന്നും സഭയിൽ നിന്ന് പുറത്താക്കുക എന്നതിന് സമമായിട്ട് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് മുടക്ക് കൽപ്പിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ മുടക്ക് കൽപ്പിക്കുന്ന വ്യക്തിക്ക് സഭകളിലോ പള്ളിയിലോ മറ്റൊന്ന് കയറാനായിട്ടോ മറ്റ് പ്രസംഗങ്ങൾ നടത്താനോ ഒഫീഷ്യലായിട്ടോ ഒന്നിനും തന്നെ അനുവാദമില്ല എന്നതാണ് വസ്തുത. അപ്പോൾ വട്ടശ്ശേരിൽ മാർ ദിവനാസ്യൂസിന്റെ മുടക്ക് അഴിക്കുന്നതിനും സ്വയം ഭരണ അധികാരമുള്ള കാതോലിക്കേറ്റ് സ്ഥാപിക്കുന്നതിനുമായി അന്ത്യോക്യൻ സിംഹാസനത്തിലെ തന്നെ മുൻപുണ്ടായിരുന്ന പാത്രിയാർക്കീസ് ആയിരുന്ന അബ്ദേദ് മിശിഹ പാത്രിയാർക്കീസിനെ മെത്രാൻ കക്ഷി വിഭാഗക്കാർ ഇവിടേക്ക് വിളിച്ചു വരുത്തുന്നു. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഇവിടെ അന്ത്യോക്യയിൽ ആ സമയത്ത് 2 പാത്രിയാർക്കീസുമാരുണ്ടായിരുന്നു. ഒന്ന് സ്ഥാനഭ്രംഷ്ടനാക്കപ്പെട്ടതായ മാർ അബ്ദേദ് മിശിഹ പാത്രിയാർക്കീസും സ്ഥാനത്തിൽ ഇരുന്നിരുന്നതായ അബ്ദുള്ള പാത്രിയാർക്കീസും. അത് അവിടുത്തെ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും രാജഭരണത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല അങ്ങനെ 2 പാത്രിയാർക്കീസുമാർ ഒരേ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നൊരു മറ്റൊരു വസ്തുതയാണ്. എന്താണ് പുറത്താക്കപ്പെട്ടിരുന്നതായ അല്ലെങ്കിൽ അന്ത്യോക്യൻ സിംഹാസനത്തിൽ അതിന് മുൻപുണ്ടായിരുന്ന പാത്രിയാർക്കീസ് ആയിരുന്നതായ മാർ അബ്ദേദ് മിശിഹ പാത്രിയാർക്കീസിനെ മലങ്കരയിലേക്ക് ഇവിടുത്തെ മെത്രാൻ കക്ഷി വിഭാഗം വിളിച്ചു വരുത്തുകയും അതിന് പ്രത്യേകമായ നേതൃത്വം നൽകിയ വൈദികൻ ആരായിരുന്നു? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. തീർച്ചയായും PT ഗീവർഗീസ് അച്ഛൻ അഥവാ MA അച്ഛൻ എന്ന് പറയുന്നതായ നമ്മുടെ സ്വന്തം മാർ ഇവാനിയോസ് പിതാവാണ് അതിന് നേതൃത്വം നൽകിയതെന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാലോ. ഇപ്രകാരം 1912 മാർ അബ്ദേദ് മിശിഹ പാത്രിയാർക്കീസ് മലങ്കരയിൽ വരികയും മാർ ദിവനാസ്യൂസിന്റെ മുടക്ക് അഴിക്കുകയും സ്വയം ഭരണ അധികാരമുള്ള ഒരു കാതോലിക്കേറ്റ് ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. അന്നത്തെ മെത്രാൻ ആയിരുന്നതായ മുറിമറ്റത്തിൽ മാർ ഇവാനിയോസിനെ ബസേലിയോസ് പൗലോസ് എന്ന പേരിൽ 1ാം കാതോലിക്കയായിട്ട് വാഴിക്കുകയും ചെയ്തു. ഇത് ഇപ്രകാരം ഈ ഒരു വട്ടശ്ശേരിൽ മാർ ദിവനാസ്യൂസ് മെത്രാപ്പൊലിത്തായി ഈ 1ാം കാതോലിക്കയും അംഗീകരിച്ചവരെയാണ് അല്ലെങ്കിൽ ഈ ഒരു കാതോലിക്ക സ്ഥാപനത്തോടു കൂടി യാക്കോബായ സഭ പിളരുകയും വട്ടശ്ശേരിൽ മാർ ദിവനാസ്യൂസിനെയും കാതോലിക്കയായും അംഗീകരിക്കുന്നവരെ മെത്രാൻ കക്ഷി അഥവാ കാതോലിക്ക കക്ഷി എന്നും വിളിക്കുകയും ചെയ്തു. ഈ കാതോലിക്ക കക്ഷി അല്ലെങ്കിൽ മെത്രാൻ കക്ഷിയാണ് പിൽക്കാലത്ത് ഓർത്തഡോക്സ് സഭ എന്ന പേര് സ്വീകരിക്കുന്നത്. AD 1934 ഇവർ ഓർത്തഡോക്സ് സഭ എന്ന പേര് സ്വീകരിക്കുന്നു. അന്ത്യോക്യൻ പാത്രിയാർക്കീസ് ആത്മീയ അധികാരി മാത്രമായി അംഗീകരിക്കുന്ന ഒരു ഭരണഘടന 1934 ഇവർ എഴുതിയുണ്ടാക്കുകയും കോടതി വിധികളുടെയും മറ്റു തർക്കങ്ങളുടെയും പേരിൽ തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കും അന്ത്യോക്യൻ പാത്രിയാർക്കീസുമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള ബന്ധങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, നമ്മൾ ഇപ്പോഴത്തെ പത്രമാധ്യമങ്ങളിലെല്ലാം 1934 ഭരണഘടനയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പല പരാമർശങ്ങളുമുണ്ട്. എന്താണ് അതിൻ്റെ കണ്ടന്റ് എന്നുള്ള വളരെ ചുരുക്ക രൂപമാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് പറഞ്ഞത്. ഈ വിഭാഗമാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ അല്ലെങ്കിൽ ഓർത്തഡോക്സ് ചർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. AD 1934 മുതൽ ആണ് ഈ സഭ ഓർത്തഡോക്സ് മെത്രാൻ കക്ഷിയാണ് ഓർത്തഡോക്സ് സഭ എന്ന പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്.
1912 ശേഷം ഇന്ന് വരെ ഏകദേശം 7 കാതോലിക്കന്മാർ സഭയെ നയിക്കുകയും 8ാം കാതോലിക്കയായിരിക്കുന്നതായ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ ബാവ തിരുമേനിയാണ് ഓർത്തഡോക്സ് സഭയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ. ഇപ്പോഴത്തെ അധ്യക്ഷന്റെ പേര് ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ ബാവ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന പേര് ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ബാവ തിരുമേനിയുടേതാണ്, അതല്ല ബാവ പിതാവിൻ്റെതാണ്, അതല്ല. ഇപ്പോഴത്തെ അദ്ദേഹം കാലം ചെയ്തു. ഇപ്പോഴത്തെ 8ാം കാതോലിക്കയാണ് സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന. ആ കാതോലിക്കയുടെ പേര് ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക. ദ്വിതീയൻ എന്ന് വെച്ചാൽ രണ്ടാമൻ കാതോലിക്ക ബാവയാണ് ഓർത്തഡോക്സ് സഭയുടെ ഇപ്പോഴത്തെ തലവൻ. ഏകദേശം 14 ലക്ഷത്തോളം വിശ്വാസികളാണ് ഈ സഭാ സമൂഹത്തിൽ ഉള്ളത്. ഇതാണ് ഓർത്തഡോക്സ് സഭയെക്കുറിച്ചുള്ള ആധികാരികമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ആമുഖം. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, യാക്കോബായ സുറിയാനി സഭയെക്കുറിച്ച് നമ്മൾ പഠിച്ചു, ഓർത്തഡോക്സ് സഭാ സമൂഹത്തെക്കുറിച്ച് പഠിച്ചു. നമ്മുടെ അക്കത്തോലിക്ക ക്രൈസ്തവ വിഭാഗങ്ങളിൽ ഏറ്റവും പ്രബലമായിട്ട് നിൽക്കുന്നത് 2 വിഭാഗമാണ്, യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും. ഇനി നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്ന സഭാ സമൂഹമാണ് മലബാർ സ്വതന്ത്ര സുറിയാനി സഭ അഥവാ തൊഴിയൂർ സഭ. ഒരുപക്ഷെ നമ്മുടെ പുത്തൻകൂർ സമുദായത്തിലെ ഏറ്റവും ആദ്യമായിട്ടുണ്ടാകുന്നതായ പിളർപ്പോ അല്ലെങ്കിൽ ഏറ്റവും ആദ്യമായിട്ടുണ്ടാകുന്നതായ ഒരു വിഭജനം ഏതാണെന്ന് ചോദിച്ചാൽ ഈ മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ രൂപീകരണം അല്ലെങ്കിൽ തൊഴിയൂർ സഭയുടെ രൂപീകരണമാണ്. തൊഴിയൂർ സഭ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലേക്ക് 1978 പുനരയിക്കപ്പെട്ട നവംബർ 3-ാം തീയതി ഓർമ്മ തിരുനാൾ ആചരിക്കുന്നതായ പൗലോസ് മാർ പീലക്സിനോസ് പിതാവ് ഈ തൊഴിയൂർ സഭയിൽ നിന്നാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെട്ടത്. അങ്ങനെ പീലക്സിനോസ് പിതാവിന്റെ ചരിത്രം വായിക്കുമ്പോൾ അല്ല പിതാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ തീർച്ചയായും തൊഴിയൂർ എന്നൊരു വാക്ക് നമുക്ക് ഒരുപക്ഷെ പരിചിതമായിരിക്കുമല്ലോ. എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ തൊഴിയൂർ സഭാ വിഭാഗം ഉണ്ടായത്? അതാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. പുത്തൻകൂർ യാക്കോബായ വിഭാഗത്തിലെ പുത്തൻകൂർ യാക്കോബായ വിഭാഗം എന്ന് പറയാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചോണം. അന്ന് ആദ്യം ഉണ്ടായിരുന്നതായ ആ പുത്തൻകൂർ വിഭാഗത്തെ തന്നെയാണ് പരിപൂർണമായിട്ട് കാണിക്കുന്നത്, ഇന്നത്തെ യാക്കോബായ സഭ മാത്രമല്ല കേട്ടല്ലോ. അതായത് പുത്തൻകൂർ യാക്കോബായ വിഭാഗത്തിലെ കാട്ടുമങ്ങാട്ട് അബ്രഹാം റംബാനെ മാർ കൂറിലോസ് എന്ന പേരിൽ അന്ത്യോക്യയിൽ നിന്ന് വന്ന മെത്രാനായിരുന്നതായ മാർ ഗ്രിഗോറിയോസ് 1772 മെത്രാനായിട്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട്. യാക്കോബായ സഭയിലെ കാട്ടുമങ്ങാട്ട് അബ്രഹാം റംബാനെ മാർ കൂറിലോസ് എന്ന പേരിൽ അന്ത്യോക്യയിൽ നിന്ന് വന്ന ഒരു മെത്രാനായിരുന്ന മാർ ഗ്രിഗോറിയോസ് 1772 മെത്രാഭിഷേകം ചെയ്തു. എന്നാൽ അന്നത്തെ പുത്തൻകൂർ സമുദായത്തിന്റെ അധ്യക്ഷനായിരുന്ന മലങ്കര മെത്രാപ്പോലിത്തയായിരുന്ന മാർ ദിവനാസിയോസ് ഇത് അറിഞ്ഞിരുന്നുമില്ല, ഇതിനെ അംഗീകരിച്ചുമില്ല. ഇപ്രകാരം മാർ ദിവനാസിയോസ് മാർ കൂറിലോസിനെ യാക്കോബായ സഭയിൽ നിന്ന് മുടക്കി. മാർ കൂറിലോസ് തുടർന്ന് തൃശ്ശൂരിനടുത്ത് തൊഴിയൂർ എന്ന് പറയുന്നതായ സ്ഥലത്ത് പോയി താമസിക്കുകയും മലബാർ സ്വതന്ത്ര സുറിയാനി സഭ അഥവാ തൊഴിയൂർ എന്ന് പറയുന്നതായ തൊഴിയൂർ സഭയ്ക്ക് ആരംഭം കുറിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം. നമുക്ക് കണക്കുകളും മറ്റുമൊക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും, വളരെ ചെറിയ ഒരു സഭാ സമൂഹമാണിത്. 1772 രൂപീകൃതമായ ഏകദേശം 300 വർഷത്തോളം പഴക്കമുള്ളതായ ഒരു സഭാ സമൂഹമാണ് ഈ പറയുന്നതായ തൊഴിയൂർ സഭാ വിഭാഗം. ഇന്ന് അതിന്റെ അധ്യക്ഷനായതുകൊണ്ട് ആ സഭയ്ക്ക് പരമാധ്യക്ഷനായിട്ട് ഒരു മെത്രാപ്പൊലീത്ത മാത്രമേ ഉള്ളൂ. ഇന്ന് ആ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് സിറിൽ മാർ ബസേലിയോസ് എന്ന പേരോട് കൂടിയ വന്യ പിതാവാണ്. സിറിൽ മാർ ബസേലിയോസ് പിതാവാണ് ഇന്ന് തൊഴിയൂർ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ അന്ത്യോക്യൻ ആരാധനാക്രമം അതിന്റെ ഏറ്റവും തനിമയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അവരെക്കുറിച്ചുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യം. ഇനി നമ്മൾ കാണാൻ പോകുന്ന സഭാ വിഭാഗത്തിന്റെ പേരാണ് കൽദായ സുറിയാനി സഭ അല്ലെങ്കിൽ ചർച്ച് ഓഫ് ദ ഈസ്റ്റ്. ചർച്ച് ഓഫ് ദ ഈസ്റ്റ് അഥവാ കൽദായ സുറിയാനി സഭ. നമുക്കറിയാം AD 1653 വിഭജനത്തിന് ശേഷം പുത്തൻകൂർ എന്നും പഴയക്കൂർ എന്നും രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. ഈ ഒരു സഭാ സമൂഹം ഉണ്ടാകുന്നത് പഴയക്കൂർ വിഭാഗത്തിൽ നിന്നാണ്. ഈ ഒരു കൽദായ സുറിയാനി സഭ ഉണ്ടാകുന്നത്. പൗരസ്ത്യ മെത്രാന്മാരെ ലഭിക്കുന്നതിനു വേണ്ടി പൗരസ്ത്യ സുറിയാനി കത്തോലിക്ക സഭാ പാത്രിയാർക്കീസിന് പഴയക്കൂർ വിഭാഗത്തിലെ വിശ്വാസികൾ അല്ലെങ്കിൽ ഇവിടുത്തെ വ്യക്തികൾ കത്തുകൾ അയച്ചു. പഴയക്കൂറ്റുകാർക്ക് പാശ്ചാത്യ മിഷണറിമാരുടെ ഭരണം ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നതായിരുന്നു, അല്ലെങ്കിൽ അവർ അത് താല്പര്യപ്പെട്ടില്ല എന്നതായിരുന്നു റീസൺ. അതിനാൽ തന്നെ പൗരസ്ത്യ ക്രമത്തിലുള്ള മെത്രാന്മാരെ ലഭിക്കുന്നതിന് വേണ്ടി അവിടുത്തെ അതായത് പൗരസ്ത്യ സുറിയാനി കത്തോലിക്ക പാത്രിയാർക്കീസിനായിട്ട് അവർ കത്തുകൾ അയക്കുകയും അങ്ങനെ 1861 മാർ റോക്കോസ് എന്ന മെത്രാൻ നമ്മുടെ നാട്ടിലെത്തുകയും ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ
ഇവിടുത്തെ പാശ്ചാത്യ മിഷണറിമാരുടെ സ്വാധീനം മൂലം 1862 അദ്ദേഹം തിരികെ പോയി. ഇപ്രകാരം തന്നെ 1874 മേലൂസ് എന്ന് പറയുന്നതായ ഒരു മെത്രാനും കേരളത്തിൽ വരികയും അദ്ദേഹവും പാശ്ചാത്യ മിഷണറിമാരുടെ സമ്മർദ്ദം മൂലം കേരളത്തിൽ നിന്ന് 1882 തിരികെ പോവുകയും ചെയ്യുകയാണ്. ഈ റോക്കോസ് മെത്രാനെയും ഈ മേലൂസ് മെത്രാനെയും അംഗീകരിക്കുകയും പൗരസ്ത്യ ബന്ധം കാത്തു സൂക്ഷിക്കുകയും മിഷണറിമാരുടെ നേതൃത്വം അംഗീകരിക്കാതിരിക്കുകയും ചെയ്ത തൃശൂർ ഭാഗത്തുള്ള കുറെ കുടുംബങ്ങൾ അവർ കത്തോലിക്ക സംസർഗത്തിൽ നിന്ന് മാറുകയും പേർഷ്യയിലെ നെസ്തോറിയൻ സഭയുമായിട്ട് സംസർഗം സ്ഥാപിക്കുകയും ചെയ്തു. പ്രത്യേകം മനസ്സിലാക്കിയ മക്കളെ, മാർ റോക്കോസിനെയും മാർ മേലൂസിനെയും അംഗീകരിക്കുകയും പൗരസ്ത്യ ബന്ധം കാത്തു സൂക്ഷിക്കുകയും, അതായത് കൽദായ പൗരസ്ത്യ ബന്ധം കാത്തു സൂക്ഷിക്കുകയും മിഷണറിമാരുടെ നേതൃത്വം അംഗീകരിക്കാതിരിക്കുകയും ചെയ്തിരുന്നതായ കുറെ അധികം കുടുംബങ്ങൾ തൃശ്ശൂർ ഭാഗത്തുണ്ടായിരുന്നു. അവർ കത്തോലിക്ക സഭയിൽ നിന്ന് മാറി നിന്നുകൊണ്ട്, പഴയക്കൊരു വിഭാഗം എന്ന് പറയുന്നത് കത്തോലിക്ക സഭാ വിഭാഗമാണെന്ന് പറയാൻ തെറ്റില്ല എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അവർ കത്തോലിക്ക സഭാ സംസർഗത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പേർഷ്യയിലെ നെസ്തോറിയൻ സഭയുമായിട്ട് സംസർഗം സ്ഥാപിക്കുകയും ചെയ്തു. ഈ വിഭാഗമാണ് കൽദായ സുറിയാനി സഭ അഥവാ പൗരസ്ത്യ കൽദായ സുറിയാനിക്കാർ അല്ലെങ്കിൽ ചർച്ച് ഓഫ് ദി ഈസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവരെ സൂറായിക്കാർ അല്ലെ സൂറായിക്കാർ എന്നും നമ്മൾ വിളിക്കാറുണ്ട്. ഇവരുടെ ഇന്നത്തെ തലവനായിരിക്കുന്നത് മാർ അപ്രേം എന്ന് പറയുന്നതായ പിതാവാണ്. അത് മാർ അപ്രേം എന്ന് പറയുന്ന പിതാവും ഇവരുടെ നമ്മുടെ നാട്ടിലെ ഇദ്ദേഹത്തിന്റെ ലോക്കൽ ഹെഡ്. ഇവരുടെ ആസ്ഥാനം ഇറാഖിലാണ്. ഈ ഒരു സഭാ വിഭാഗത്തിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. പ്രിയമക്കളെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ക്രൈസ്തവ സഭാ സമൂഹം, കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭാ സമൂഹങ്ങളിലെ പ്രൊട്ടസ്റ്റന്റ് ചായ്വുകളുള്ള അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് സഭാ വിഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഏറ്റവും ആദ്യമേ നമ്മൾ കാണുന്ന പ്രൊട്ടസ്റ്റന്റ് സഭാ വിഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ CSI സഭാ വിഭാഗം, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ. തീർച്ചയായും CSI സഭകളെ കുറിച്ച് നമുക്ക് ചുറ്റും ഉള്ളതായ ഒരു സഭാ കൂട്ടായ്മ തന്നെയാണ്. അവരെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. മിഷൻ പ്രവർത്തനം ലക്ഷ്യമാക്കിക്കൊണ്ട് ആംഗ്ലിക്കൻ സഭയിലെ മിഷണറിമാർ 1795 ശേഷം ഇന്ത്യയിലെത്തി. അവർ പുത്തൻകൂർ സമുദായത്തെ മനസ്സിലാക്കുകയും ആലപ്പുഴ കേന്ദ്രമാക്കിക്കൊണ്ട്, ആലപ്പുഴ സെൻട്രൽ ആക്കിക്കൊണ്ട് 1816 കൂടി CMS മിഷണറിമാർ, ചർച്ച് മിഷണറി സൊസൈറ്റി എന്നുള്ള പേരിൽ മിഷണറി പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. പ്രത്യേകമായി ഈ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയാണ് ഈ ഒരു ആംഗ്ലിക്കൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ സഭാ സമൂഹത്തിലെല്ലാം പ്രത്യേകമായ രീതിയിൽ വർദ്ധിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പശ്ചാത്തലം ആക്കി മനസ്സിലാക്കണം. ഇപ്രകാരം ഉണ്ടായിരുന്ന ഒരു കേണൽ ആയിരുന്നത് കേണൽ മൺട്രോയുടെ സഹായത്തോടു കൂടി പുത്തൻകൂറ്റുകാരുടെ ഇടയിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. യാക്കോബായക്കാർ ധാരാളം സഹായം അവർക്ക് ചെയ്തു നൽകുകയും യാക്കോബായ പള്ളികളിലും മറ്റുമൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി നിരവധി അവസരങ്ങൾ, അവരുടെ ഇഷ്ടം പോലെ പ്രസംഗങ്ങൾ യാക്കോബായ പള്ളികളിലും മറ്റുമൊക്കെ നടത്തുകയും ചെയ്തു. ഇപ്രകാരം യാക്കോബായ വിഭാഗത്തിനിടയിൽ പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങൾക്ക് പ്രാമുഖ്യം ലഭിച്ചു. യാക്കോബായക്കാരുടെ വിശ്വാസം അന്ധവിശ്വാസമാണ് എന്നും കുർബാന തക്സ പരിഷ്കരിക്കണമെന്നും മാതാവിനെയും വിശുദ്ധരെയും തള്ളിപ്പറയണമെന്നും മരിച്ചവരെ ഓർക്കരുത് എന്നും മിഷണറിമാർ നിർദ്ദേശിച്ചു. തീർച്ചയായും നമുക്കറിയാം, നമ്മുടെ യാക്കോബായ വിശ്വാസ പ്രകാരം ഒരിക്കൽ പോലും മാതാവിനെയോ വിശുദ്ധരെ തള്ളിപ്പറയാനായിട്ടോ മരിച്ചവരെ ഓർക്കരുതെന്ന് പറയാനായിട്ടോ നമുക്ക് സാധിക്കത്തില്ല. ഇത് യാക്കോബായ സഭയും മിഷണറിമാരും തമ്മിൽ പ്രശ്നത്തിന് ഇടയാക്കുകയും 1836 മാവേലിക്കര സുനഹദോസോടുകൂടി ഇംഗ്ലീഷ് മിഷണറിമാരും യാക്കോബായ സഭയും തമ്മിലുള്ള ബന്ധം അവസാനിക്കുകയും ചെയ്തു. പ്രത്യേകമായി ശ്രദ്ധിക്കുക, 1836 മാവേലിക്കര സുനഹദോസോടുകൂടി ഇംഗ്ലീഷ് മിഷണറിമാരും യാക്കോബായ സഭയുമായിട്ടുള്ള ബന്ധം അവസാനിക്കുകയും നമ്മൾ മുൻപേ പഠിച്ചു. ഈ ഒരു സുനഹദോസോടുകൂടിയാണ് യാക്കോബായ സഭയ്ക്ക് ഇവിടെ കൂടുതൽ പ്രാമുഖ്യം ലഭിക്കുന്നത് കാര്യം നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിരുന്നല്ലോ. ഈ ഒരു ഇംഗ്ലീഷ് മിഷണറിമാരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചപ്പോൾ യാക്കോബായ വിഭാഗത്തിൽ നിന്ന് ഏകദേശം 6000-ഓളം കുടുംബങ്ങളാണ് ആ ഒരു പ്രൊട്ടസ്റ്റന്റ് ആശയത്തിലേക്ക് മാറുകയും അവരുടെ കൂടെ പോവുകയും ചെയ്തത്. പ്രസ്ബിറ്റേറിയൻ, കോൺഗ്രിഗേഷണൽ, ആംഗ്ലിക്കൻ, മെത്തഡിസ്റ്റ് എന്നീ 4 പ്രൊട്ടസ്റ്റന്റ് സഭകൾ. ഒന്നുകൂടെ പറയാം, പ്രസ്ബിറ്റേറിയൻ, കോൺഗ്രിഗേഷണൽ, ആംഗ്ലിക്കൻ, മെത്തഡിസ്റ്റ് എന്നീ 4 സഭാ വിഭാഗങ്ങൾ, അതായത് 4 പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഒന്നു ചേർന്ന് യോജിച്ച്
1947 സെപ്റ്റംബർ 27 ഒരു സഭയായി CSI സഭ അല്ലെങ്കിൽ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന പേരിൽ സ്ഥാപിതമാവുകയും ഇവരാണ് CSI സഭാ വിഭാഗം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തത്. ഈ സഭാ വിഭാഗത്തിൽ നിന്ന് 1964 വിഭജിച്ചുണ്ടായ ഒരു കൂട്ടരാണ് CMS ആംഗ്ലിക്കൻ മഹാ ഇടവക എന്ന് പറയുന്നതായ വിഭാഗം. CSI സഭയ്ക്ക് പലയിടങ്ങളിലായിട്ട് മഹാ ഇടവകൾ എന്നാണ് ഇവരുടെ രൂപതകളെയും ഭദ്രാസനങ്ങളൊക്കെ വിളിക്കുന്നത്. ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഹെഡിനെ മോഡറേറ്റർ എന്നൊരു പേരിലാണ് അറിയപ്പെടുകയും ചെയ്യുന്നത്. ഇനി അടുത്തതാണ് നമ്മൾ കാണാൻ പോകുന്ന സഭാ സമൂഹമാണ് മാർത്തോമ സുറിയാനി സഭ. കേരളത്തിലെ മറ്റൊരു ക്രൈസ്തവ വിഭാഗമാണ് മാർത്തോമക്കാർ അഥവാ മാർത്തോമ സുറിയാനി സഭ. നമുക്കറിയാം യാക്കോബായ സഭയും മിഷണറിമാരുമായിട്ടുള്ള ബന്ധം മാവേലിക്കര സുന്നഹദോസോടുകൂടി അവസാനിച്ചിരുന്നു എങ്കിലും പുത്തൻകുരു സമുദായത്തിലെ യാക്കോബായ വിഭാഗത്തിൽപ്പെട്ടതായ വൈദികരിൽ പലർക്കും ഈ പ്രൊട്ടസ്റ്റന്റ് നവീകരണ ആശയങ്ങളുമായിട്ട് ആഭിമുഖ്യവും പ്രാമുഖ്യവും ഉണ്ടായിരുന്നു. ഇപ്രകാരം അവരിൽ ഒന്നാമനായിട്ട് അല്ലെങ്കിൽ ഇവരുടെ എല്ലാം നേതാവായിട്ട് നിന്നിരുന്ന വ്യക്തിയായിരുന്നു പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പാൻ എന്ന് പറയുന്നതായ മൽപ്പാൻ. അദ്ദേഹം പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന് താല്പര്യം കാണിച്ച വ്യക്തിയായിരുന്നു. പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ ഒരു മെത്രാൻ ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പാൻ തന്റെ ബന്ധു കൂടെ ആയിരിക്കുന്നതായ മാത്തൻ ഷമാഷിനെ 1841 യാക്കോബായ പാത്രിയാർക്കീസിന്റെ അടുക്കിലേക്ക് അയക്കുകയും 1842 മാത്തൻ ഷമാഷൻ മാർ അത്തനാസിയൂസ് എന്ന പേരിൽ കേരളത്തിലേക്ക് തിരികെ വരികയും ചെയ്തു. അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം മാത്യൂസ് മാർ അത്തനാസിയൂസ് എന്ന പേരിലായിരുന്നു. ചേപ്പാട്ട് മാർ ദിവനാസിയൂസ് മലങ്കര മെത്രാപോലിത്തയായിട്ട് ഭരിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. കോടതി വിധികളും മറ്റുമൊക്കെ വിജയിച്ചതായ മാത്യൂസ് മാർ അത്തനാസിയൂസ് യാക്കോബായ സഭയെ ഭരിച്ചുകൊണ്ട് മലങ്കര മെത്രാപോലിത്ത എന്ന പദവിയിൽ ആയിരുന്നു. അദ്ദേഹം കേസ് കൊടുക്കുകയും തുടർന്ന് ആ വിധികളെല്ലാം ഇവർ ജയിക്കുകയും മാത്യൂസ് മാർ അത്തനാസിയൂസ് മലങ്കര മെത്രാപോലിത്തയായിട്ട് ഭരിക്കുകയും ചെയ്തു. 1868 അബ്രഹാം മൽപ്പാന്റെ മകനായ തോമസിനെ പട്ടം നൽകിക്കൊണ്ട് തോമസ് മാർ അത്തനാസിയൂസ് എന്ന പേരിൽ സഹായ മെത്രാനാക്കുകയും മാർ അത്തനാസിയൂസും മാർ ദിവനാസിയൂസും തമ്മിൽ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ അന്നത്തെ യാക്കോബായ പാത്രിയാർക്കീസ് ആയിരുന്നതായ പത്രോസ് തൃതീയൻ പാത്രിയാർക്കീസ് ബാവ മലങ്കരയിലേക്ക് വരികയും 1876 മുളന്തുരുത്തിയിൽ വെച്ച് ഒരു സുനഹദോസ് വിളിച്ചു കൂട്ടുകയും ചെയ്തു. 1876 മുളന്തുരുത്തി സുനഹദോസിൽ വെച്ചിട്ട് മാത്യൂസ് മാർ അത്തനാസിയൂസിനെ കൂട്ടരെ അദ്ദേഹം മുടക്കുകയും പുലിക്കോട്ടിൽ മാർ ദിവനാസിയൂസിനെ മലങ്കര മെത്രാപോലിത്ത ആയിട്ട് അഭിഷേകം ചെയ്യുകയും ചെയ്തു. മലങ്കര മെത്രാപോലിത്തയായിട്ട് നിയമിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് അദ്ദേഹം വീണ്ടും അവർ കേസിന് പോവുകയൊക്കെ ചെയ്തു. 1889 കേസ് തോറ്റതായ തോമസ് മാർ അത്തനാസിയൂസും കൂട്ടരും മാരാമൺ എന്ന സ്ഥലത്ത് വന്ന് താമസിക്കുകയും തുടർന്ന് ഇവർ നവീകരണ കക്ഷി എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഈ നവീകരണ കക്ഷിയാണ് ഇന്ന് അറിയപ്പെടുന്നതായ മാർത്തോമാ സഭ. തീർച്ചയായും മാരാമൺ എന്നുള്ള ഒരു പേര് വന്നപ്പോൾ തന്നെ നമുക്ക് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു പേരാണ്. മാരാമൺ കൺവെൻഷൻ നടത്തുന്നത് ഈ ഒരു സഭാ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ്. ഇവരാണ് മാർത്തോമാ സഭ എന്ന പേരിൽ അറിയപ്പെടുന്നത്. തിരുവല്ലയാണ് ഇവരുടെ ആസ്ഥാനം. അന്ത്യോക്യൻ ആരാധന രീതിയും പ്രൊട്ടസ്റ്റന്റ് വിശ്വാസവുമാണ് ഈ സഭയ്ക്കുള്ളത്. അന്ത്യോക്യൻ ആരാധന ക്രമരീതിയും പ്രൊട്ടസ്റ്റന്റ് വിശ്വാസവുമാണ് ഈ സഭയ്ക്കുള്ളത്. ഇത് രണ്ടും കൂടെ ചേർന്നതായ ഒരു വിഭാഗമാണ് മാർത്തോമാ സഭ അല്ലെങ്കിൽ നവീകരണ കക്ഷി എന്ന് പറയുന്ന ഈ കൂട്ടർ. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ മരിച്ചിരുന്നതായ ജോസഫ് മാർത്തോമ മെത്രാപോലിത്തയായിരുന്നു ഇവരുടെ സഭാ അധ്യക്ഷൻ. ഈ നവംബർ 14 സ്ഥാനാരോഹണം ചെയ്തതായ തേഡോഷ്യസ് മെത്രാപോലിത്തയാണ് അവരുടെ മാർത്തോമ മെത്രാപോലിത്തയായിട്ട് അറിയപ്പെടുന്നത്. അപ്രകാരമാണ് ഇവരുടെ ക്രമം കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതാണ് മാർത്തോമാ സഭയെ കുറിച്ചുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മറ്റു ക്രൈസ്തവ വിഭാഗത്തിലെ തന്നെ മറ്റു പ്രൊട്ടസ്റ്റന്റ് സഭാ വിഭാഗങ്ങളായിരിക്കുന്ന ലൂതറൻ സഭ, ബാപ്റ്റിസ്റ്റ് സഭ, സാൽവേഷൻ ആർമി സഭ, ബ്രദറൻ സഭകളെ കുറിച്ചാണ്. ഇതിനകത്ത് ലൂതറൻ സഭയെ കുറിച്ച് പറയുമ്പോൾ ലൂതറനിസത്തിന്റെ വക്താക്കളെയാണ് ലൂതറൻ സഭ എന്ന് നമ്മൾ വിളിക്കുന്നത്. മാർട്ടിൻ ലൂതറിന്റെ നേതൃത്വത്തിൽ ജർമ്മനിയിൽ 16-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചതായ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന്റെ അതിനെ തുടർന്ന് ഉണ്ടായതായ സഭാ വിഭാഗമാണ് ലൂതറൻ സഭ എന്ന് പറയുന്നത്. ലൂതറന്റെ അനുയായികളെയാണ് ലൂതറൻ സഭാ വിഭാഗക്കാർ എന്ന് നമ്മൾ വിളിക്കുന്നത്. 1706 കൂടിയാണ് അവർ ഇന്ത്യയിലേക്ക് കടന്നു വരികയും 1911 മുതൽ അവർ കേരളത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു എന്നതാണ് അവരെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത്. തുടർന്ന് ആംഗ്ലിക്കൻ സഭാ വിഭാഗത്തിൽ നിന്ന് ഉടലെടുത്ത
ഒരു പ്രൊട്ടസ്റ്റന്റ് സഭാ വിഭാഗമാണ് ബാപ്റ്റിസ്റ്റ് സഭ എന്ന് പറയുന്നത്. ആ കൂട്ടരും കേരളത്തിലും ഇന്ത്യയിലും വിവിധ സ്ഥലങ്ങളിൽ അവരുടേതായ രീതിയിലുള്ളതായ ശുശ്രൂഷകൾ അവർ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് സാൽവേഷൻ ആർമി അഥവാ രക്ഷാ സൈന്യം എന്ന പേരിൽ അറിയപ്പെടുന്നതായ സഭാ വിഭാഗത്തെ കുറിച്ചാണ്. വില്യം ബൂത്ത് എന്ന് പറയുന്നത് ഒരു മെത്തഡിസ്റ്റ് വൈദികനാണ് ഈ ഒരു സാൽവേഷൻ ആർമി രക്ഷാ സൈന്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു സഭാ വിഭാഗത്തിന്റെ ആരംഭകൻ, സ്ഥാപകൻ എന്ന് പറയപ്പെടുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ പരോപകാര പ്രവൃത്തികളാണ് ഇവർ ലക്ഷ്യമാക്കുന്നത്. ഇവര് ഒരു സൈന്യത്തിൽ, ഒരു പട്ടാളത്തിൽ ഉണ്ടാവുന്ന രീതിയിലുള്ളതായ പദവികളും പൊസിഷൻസുമാണ് ഇവരുടെ സഭയിലുള്ളത്. ജനറൽ, കേണൽ, അതോടൊപ്പം തന്നെ ഭടന്മാർ എന്നിങ്ങനെ പല പേരുകളിലാണ് ഇവിടുത്തെ സഭാ വിഭാഗക്കാർ അറിയപ്പെടുന്നത്. കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഈ സാൽവേഷൻ ആർമിക്ക് അവരുടേതായ നിരവധി ആരാധനാലയങ്ങളും സഭാ കൂട്ടായ്മകളും ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ബ്രദറൻ സഭാ വിഭാഗത്തെ കുറിച്ചാണ്. ബ്രദറൻ സഭാ വിഭാഗം എന്ന വാക്കിനേക്കാൾ നല്ല ബ്രദറൻ സമൂഹം എന്ന് വിളിക്കുന്നതാണ് കൃത്യമായിട്ടുള്ള ബ്രദറൻ സമൂഹം. പെന്തക്കോസ്തുകാരുടെ ഒരു മുന്നോടിയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നവരാണ് ബ്രദറൻ സഭാ വിഭാഗം, അല്ലെങ്കിൽ ബ്രദറൻ സമൂഹം. സഭാ വിഭാഗം അല്ല, ബ്രദറൻ സമൂഹം. ഇംഗ്ലണ്ടിലെ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിൽ നിന്ന് രൂപീകൃതമായ ഒരു കൂട്ടായ്മയാണ് അല്ലെങ്കിൽ ഒരു വിഭാഗമാണ് ഈ ബ്രദറൻ സമൂഹം. ഇവർ കൂദാശകളെ നിരാകരിക്കുകയും വളരെ സവിശേഷമായ രീതിയിൽ പൗരോഹിത്യത്തെ തള്ളിക്കളയുകയും ലോകത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ട് ജീവിക്കണമെന്ന്, ലോകത്തിന്റെ കാര്യങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവരെ വേർപാടുകാർ എന്ന പേരിലാണ് ഈ ഒരു സഭാ വിഭാഗം അല്ലെങ്കിൽ ഈ ഒരു സമൂഹം പ്രത്യേകമായിട്ട് അറിയപ്പെടുന്നത്. പെന്തക്കോസ്റ്റലിസത്തിന്റെ ഒരു മുൻപേ ഉണ്ടായിരുന്നതായ ഒരു രൂപമാണ് ഈ ഒരു ബ്രദറൻ സമൂഹം എന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല. പെന്തക്കോസ്റ്റുകാരെ കുറിച്ച് പറയുമ്പോൾ അവരെ ഒരിക്കലും നമുക്കൊരു സഭാ സമൂഹമായിട്ട് നമുക്ക് കരുതാനായിട്ട് സാധിക്കത്തില്ല. അവരൊരു കേവലം ക്രൈസ്തവ സമൂഹം എന്നുള്ള രീതിയിൽ മാത്രമേ, സെക്റ്റുകളായിട്ട് മാത്രമേ നമുക്ക് പെന്തക്കോസ്റ്റ് സഹോദരങ്ങളെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന കാര്യം കൂടെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയ മക്കളെ, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മുഴുവൻ പഠിച്ചത് കേരളത്തിൽ നിലനിൽക്കുന്നതായ വിവിധ ക്രൈസ്തവ സഭാ സമൂഹങ്ങളെ കുറിച്ചാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ. അത് ഏകമാണ്, കത്തോലികമാണ്, വിശുദ്ധമാണ്, ശ്ലൈഹികമാണ്. ആ സഭാ സംസർഗത്തിലുള്ള പല പല കാരണങ്ങളാൽ, ഒരുപക്ഷെ മാനുഷികമായ പല കാരണങ്ങളാൽ വിഭജിക്കപ്പെട്ടു പോയതായ പല സഭാ സമൂഹങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. പ്രിയ മക്കളെ, പ്രത്യേകമായിട്ട് ഓർക്കുക, ക്രിസ്തുവിന്റെ ശരീരം വിഭജിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ക്രിസ്തു പഠിപ്പിക്കുന്നതായ ആശയത്തിന്, ക്രിസ്തു നൽകുന്നതായ സന്ദേശത്തിന്റെ വൈരുദ്ധ്യമാണ് എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. ആയതിനാൽ തന്നെ നമ്മുടെ കടമ എന്താണ് മക്കളെ? പ്രത്യേകം മനസ്സിലാക്കുക, സഭകളുടെ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകമായിട്ടുള്ള കടമ. അത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പോസിബിൾ ആണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്താൽ അത് സാധ്യതമാണ്. കാരണം ദൈവദാസൻ മാർ ഇവാനിയോസ് തിരുമേനി അത് കാണിച്ചു തന്നതാണ്. യഥാർത്ഥ സത്യമായിരിക്കുന്ന കത്തോലിക്ക സഭ സംസർഗത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് മാർ ഇവാനിയോസ് പിതാവ് അത് കാണിച്ചു തന്നപ്പോൾ, പ്രിയ മക്കളെ, മാർ ഇവാനിയോസ് പിതാവിനെ പിന്തുടർച്ചക്കാരായിരിക്കുന്ന നാം ഓരോരുത്തരുടെ കടമയും ഈ സഭാഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മാർ ഇവാനിയോസ് പിതാവ് തന്റെ അന്ത്യനാളുകളിൽ പറഞ്ഞ ഒരു വാചകമുണ്ട്: ഞാൻ സ്വർഗത്തിലായിരിക്കുമ്പോൾ ഞാൻ എന്റെ അക്കത്തോലിക്ക സഹോദരങ്ങളെ പുനരൈക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അതേ പ്രിയ മക്കളെ, നമ്മുടെ ഉത്തരവാദിത്വവും കടമയും ഇത് തന്നെയാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു ചാപ്റ്ററിന്റെ സമാപനത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. പ്രിയ മക്കളെ, ഇതിനകത്തെ വചനഭാഗം ഏതാണെന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. മനഃപാഠമാക്കുക. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. യോഹന്നാൻ 17:22. പ്രിയമക്കളെ, ഇത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആപ്തവാക്യവും കൂടെയാണ് എന്ന കാര്യം കൂടെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. മലങ്കര സഭയുടെ ലോഗോയിൽ മുദ്രണം ചെയ്തിരിക്കുന്ന തിരുവചന ഭാഗം ഇതാണ്: ദാറ്റ് ഓൾ മേ ബി വൺ, എല്ലാവരും ഒന്നാകേണ്ടതിന്. 17-ാം അധ്യായം 21-22 വചനങ്ങളാണ് അതിന്റെ അടിസ്ഥാനമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. പ്രിയമക്കളെ, ഇത് നമ്മുടെ കടമയാണ്. ഈ ഒരു യേശുനാഥന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിത്. ആ പ്രാർത്ഥന നാമും ചൊല്ലാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സഭാ സമൂഹങ്ങളുടെ ഐക്യത്തിന് വേണ്ടി, സഭാ സമൂഹങ്ങൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂടുതലുള്ള വിഭജനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, സഭകളുടെ ഐക്യത്തിന് വേണ്ടി പ്രത്യേകമായ രീതിയിൽ ഈ കാലയളവിൽ
ഈ ഒരു പ്രത്യേകമായ നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ പശ്ചാത്തലത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ദിനം തോറുമുള്ള പ്രാർത്ഥനകൾ നമ്മുടെ സഭാ സമൂഹങ്ങളെ, സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന അധ്യക്ഷന്മാരെ എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കേരളത്തിലെ ക്രൈസ്തവ സഭാ സമൂഹത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയമക്കളെ, ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമ്മൾക്ക് പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധ മറിയത്തിന്റെ പക്കൽ നമ്മുടെ എല്ലാ സഭാ വിഭാഗങ്ങളെയും, എല്ലാ സഭാധ്യക്ഷന്മാരെയും, എല്ലാ സഭകളിലെ വൈദികരെയും, ഈ ക്രിസ്തുവിനാഥനെ പ്രഘോഷിക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സഭാ ഐക്യത്തിന് വേണ്ടി ഈ ഒരു പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ക്ലാസ്സിന് ഇന്ന് സമാപനം കുറിക്കാം. കണ്ണുകൾ അടച്ചുകൊണ്ട് ആത്മാർത്ഥത നിറഞ്ഞതായ ഹൃദയത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമീൻ.